പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവായ ബാലമുരുകൻ രാമേശ്വരത്തുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചു. ഇയാളെ കണ്ടെത്തുന്നതിനായി വിയ്യൂർ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. ക്യൂ ബ്രാഞ്ച് പോലീസ് രാമേശ്വരത്ത് അന്വേഷണം നടത്തും. കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടപ്പോഴും ഇയാൾ രാമേശ്വരത്തായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ബാലമുരുകൻ വഴിയാത്രക്കാരന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി ഭാര്യയെ വിളിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെങ്കാശിയിലാണ് ബാലമുരുകന്റെ ഭാര്യ താമസിക്കുന്നത്. നിലവിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഭാര്യയെ വിളിക്കാൻ ബാലമുരുകന് ഫോൺ നൽകിയ ആളെ ക്യൂ ബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. അത്യാവശ്യമായി ഭാര്യയെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ബാലമുരുകൻ വഴിയാത്രക്കാരന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9:40 വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകൻ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ തമിഴ്നാട് പോലീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. തമിഴ്നാട് വിതുരനഗർ ജില്ലയിലെ ബെന്തൽകുടി സ്റ്റേഷനിലെ SI നാഗരാജൻ അടക്കം 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതി ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായെന്നായിരുന്നു വിലയിരുത്തൽ. തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയെ സ്വകാര്യ കാറിൽ തിരികെ എത്തിച്ചതും കൈവിലങ്ങ് അണിയിക്കാതെ പുറത്തുവിട്ടതും കടുത്ത വീഴ്ചയാണെന്ന കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ നൽകിയത്. ബാലമുരുകൻ രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ അറിയിക്കാൻ വൈകിയതും വീഴ്ചയാണെന്ന് കണ്ടെത്തിയിരുന്നു. കവർച്ച, കൊലപാതക ശ്രമം ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. ബാലമുരുകനെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയിൽ ഹാജരാക്കി വിയ്യൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു പ്രതി കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയത്.